ഹലോ ഗായ്സ്, അപ്പോൾ റീനമ്മേനെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഇതാ നമ്മുടെ പുതിയ ആളെയും കൊണ്ട് വന്നത് ആമി. തുമ്പമ്മ റെഡി ആയിട്ടിരിക്കായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ ആളെ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ കളിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ ബിന്ദേശിൻ്റെ വീട്ടിലെത്തി. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. റീനമ്മേനെ ഞാൻ 75% വീട്ടിൽ നിന്ന് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ബാക്കി എന്തൊക്കെയൊക്കെ ഇവിടുന്ന് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ പൂവൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, KKV ഔൾസ് എന്ന് പറഞ്ഞ നമ്മുടെ ടീം. ഇതിൽ ഒരുപാട് പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരക്കായി പോയിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ട് കേട്ടോ. ഇവർ റെഡി ആവണതും കളിക്കണതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാവട്ടെ, അയ്യോ എനിക്കും കളിക്കായിരുന്നു എന്നൊക്കെ. പക്ഷേ എനിക്ക് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മമ്മയും മോളും കൂടെ ഇരിക്കുന്നത് കണ്ടോ, അമ്മമ്മയാന്നൊക്കെ പറയുമല്ലേ. അമ്മേനെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് പേടിച്ചാണ് ഞാൻ റെഡി ആക്കിയത് കേട്ടോ. പക്ഷേ ഇത്രയും ഭംഗിയാവുന്നു ഞാനും വിചാരിച്ചില്ല. എനിക്കിത്തിരി കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇപ്പം നിങ്ങൾ പറയും ചേച്ചിയുടെ കഴിവല്ല അമ്മയുടെ സൗന്ദര്യമാണ്. സംഭവം ശരിയാണ്, എന്നാലും കുറച്ച് പ്രശംസ എനിക്ക് തന്നൂടെ. അങ്ങനെ ഇതാ റെഡിയായി ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ അതാ വൻ പോസിങ് ആണ് ഗൈസ്. അല്ലെങ്കിൽ പോസ് ചെയ്യാനൊക്കെ മടിയുള്ള അമ്മ ഇത്തവണ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ വൈശാഖേട്ടനും അപ്പവും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞാൻ ഫുഡ് കഴിച്ചിട്ടോ, എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നോക്കുമ്പോൾ ഇവർ 4 പേരും കൂടെ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. റീനമ്മയ്ക്ക് അത്യാവശ്യം ടെൻഷനുണ്ട്, അമ്മേൻ്റെ മുഖത്ത് തന്നെ വായിച്ചെടുക്കായിരുന്നേ. തുമ്പമ്മ ഇവിടെ തകർത്താടായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റേജ് ഒന്നും വേണ്ട, കസേര ആയാലും മതി എന്നുള്ള മട്ടിലായിരുന്നു കുട്ടി. അതിൻ്റെ ബാക്കിലിരുന്ന ആൾക്കാരൊക്കെ സ്റ്റേജ് കണ്ടില്ലെങ്കിലും കുട്ടീൻ്റെ ഡാൻസ് നന്നായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അമ്മേൻ്റെ കാര്യം ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല മക്കളെ. ടീം ഫുള്ള് തകർത്താടിയെന്ന് വേണം പറയാം. അവരുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അടിപൊളിയായിരുന്നു മൊത്തം പ്രോഗ്രാം ഇട്ട്. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ ഇതാ അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേന്നായിട്ടും എൻ്റെ അമ്മേൻ്റെ ഹാങ് ഓവർ മാറിയില്ല. പിറ്റേന്ന് അപ്പൂന് സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഹാങ് ഓവർ മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതാ 2 ദിവസം കഴിഞ്ഞിട്ട് പൊക്കിനകത്ത് ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ ഡാൻസ് കളിക്കാനുള്ളതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ആര്യ ഇതാ വീഡിയോ കോളുണ്ട് കേട്ടോ. അവൾ തൃശ്ശൂരാണുള്ളത്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആര്യ ചേച്ചി എവിടെ പോയി. അവൾ തൃശ്ശൂരാണുള്ളത്. അപ്പോൾ അത് എല്ലാവരോടും ടാറ്റാ ബേബിയെ പറയണേ. ആമീനെ വിട്ടുപോകുന്ന സങ്കടത്തിലാണ് അല്ലുട്ടനും തുമ്പി കേട്ടോ. അങ്ങനെ ഇതാ അമ്മേനോടൊക്കെ ബായ് പറഞ്ഞു പോവാണ്. പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകാനാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തോ ഒരു സങ്കടമാണ് ഗൈസ്. വീട്ടിൽ പോയി വിത്തിൻ 2 ഡേയ്സ് ഞങ്ങൾ തിരിച്ചു വരും. ഇനി ഉത്സവമാണ്, ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവമാണ്, ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. അതിനും എനിക്ക് പങ്കെടുക്കാൻ ഇത്തവണ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഞാനാണ്. പക്ഷേ നേരത്തെ പീരീഡ്സ് ആവുകയും ചെയ്തു. ഞാനങ്ങ് പ്രാക്ടീസ് ചെയ്തതുമില്ല. പിന്നെ തട്ടിക്കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ല ഗൈസ്. പക്ഷേ ഇവരൊക്കെ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം. അയ്യോ എനിക്കും കളിക്കായിരുന്നു, പ്രാക്ടീസ് ചെയ്യായിരുന്നു നോക്കാം കേട്ടോ. സാരല്ല, നെക്സ്റ്റ് ഇയർ നമുക്ക് സെറ്റാക്കാം. ഉമ്മ പറയും see you miss you bye അല്ലുട്ടോയ്. ലോങ് വീഡിയോസ് എന്താ ഇടാത്ത ചേച്ചിന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ സെറ്റാക്കാം ഗൈസ്. ബൈ.